الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم وجعلوا لله أندادا ليضلوا عن سبيله قل تمتعوا فإن مصيركم إلى النار. ബഹുമാന്യരായ സത്യവിശ്വാസി വിശ്വാസിനികളെ, സ്നേഹനിധികളായ മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ആഴത്തിൽ പഠിച്ച് അള്ളാഹുവിൻ്റെ കൽപ്പനാ നിരോധനങ്ങളും നിയമ നിർദ്ദേശങ്ങളും ജീവിതത്തിൽ ബഹുമാനപൂർവം സൂക്ഷ്മതയോടെ നിലനിർത്തി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരമാവധി പിന്തുടർന്ന് എപ്പോൾ മരിക്കുകയാണെങ്കിലും മുത്തഖികളായി മരണപ്പെടാൻ ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും സമയങ്ങളിലും പരമാവധി ശ്രദ്ധിക്കണം, നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം നമ്മൾ ഓരോരുത്തരും എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് നൽകുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ മരണപ്പെടേണ്ടത് തൊയ്യുബുകളായിട്ടാണ്, വിശുദ്ധരായിട്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. അല്ലദീന തതവഫാഹുമുൽ മലായികത്തു ത്വയ്യിബീൻ, ത്വയ്യിബുകളായി മരണപ്പെടാനിടയാകുന്ന ആളുകൾ. മലായിക്കത്ത് ത്വയ്യിബുകളായ നിലയിൽ ആരുടെ ആത്മാക്കളെയൊക്കെ പിടികൂടാൻ മലായിക്കത്തിന് കഴിയുന്നുവോ അവർക്ക് സലാമുൻ അലൈക്കും ഉദ്ഖുലുൽ ജന്നത ബിമാ കുന്തും തഅമലൂൻ, കർമ്മഫലമെന്നോണം അവർക്ക് സ്വർഗപ്രവേശനം സാധ്യമാണ് എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് നമുക്ക് തൊയ്യിബുകളാകാൻ സാധിക്കുക? അത് ഒരു ദിവസം കൊണ്ടോ ഒരു നാൾ കൊണ്ടോ ഒരു മാസം കൊണ്ടോ കഴിയില്ല എന്നും
അത് നമ്മുടെ ജീവിതത്തിൻ്റെ അങ്ങോളം ഇങ്ങോളമുള്ള സന്ദർഭങ്ങളിലും സാഹചര്യങ്ങളിലും നമ്മൾ നേരിടേണ്ടി വരുന്ന, അഭിമുഖീകരിക്കേണ്ടി വരുന്ന വ്യത്യസ്തങ്ങളായ പരിതസ്ഥിതികളിൽ നിന്ന് നമ്മൾ നേടിയെടുക്കേണ്ടവയാണെന്നും നമ്മൾ മനസ്സിലാക്കുകയുണ്ടായിട്ടുണ്ട്. അങ്ങനെ നാം ശുദ്ധി നേടേണ്ടുന്ന ഒന്നാമത്തെ മേഖല വിശ്വാസ മേഖലയാണ്. വിശ്വാസ വിശുദ്ധി ഉണ്ടാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ വേണ്ടും വണ്ണം അറിഞ്ഞ്, വേണ്ടും വണ്ണം മനസ്സിലാക്കി, വേണ്ടും വണ്ണം ഉൾക്കൊണ്ട്, വേണ്ടും വണ്ണം വിശ്വസിച്ച്, വേണ്ടും വണ്ണം അംഗീകരിച്ച് ജീവിക്കാൻ സാധിക്കുക എന്നതാണ് വിശ്വാസ വിശുദ്ധി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചത് വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ശൈആ എന്നാണ്. സൂറത്ത് നിസായിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ 36-ാമത്തെ ആയത്തിൽ നമ്മളോട് പറയുകയാണ്, വഅബ്ദുല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ ആരാധിച്ചു കൊണ്ടിരിക്കണം. മാത്രമല്ല, അല്ലാഹുവിനെ ആരാധിച്ചു കൊണ്ടിരുന്നാൽ മാത്രം പോരാ, വലാ തുശ്രികൂ ബിഹി ശൈആ, അല്ലാഹുവുമായി ബന്ധപ്പെട്ട ഒരു മേഖലയിലും അല്ലാഹുവിന് നിങ്ങൾ പങ്കാളികളെ വെക്കാനും പാടില്ല. അപ്പൊ ഞങ്ങൾ അല്ലാഹുവെ ആരാധിക്കുന്നവരാണ് എന്ന് പറയുന്നത് കണ്ട് കാര്യമില്ല എന്നർത്ഥം. 3 മേഖലയാണ് അതിനുള്ളത്. അല്ലാഹുവിനെ ആരാധിക്കണം, അല്ലാഹുവിനെ ആരാധിച്ചു കൊണ്ടേയിരിക്കണം, അല്ലാഹുവിനെയല്ലാതെ മറ്റു യാതൊന്നിനെയും ആരാധിക്കാവതുമല്ല എന്നാണ് പറഞ്ഞതിൻ്റെ താല്പര്യം. മറ്റൊരിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഫലാ തജഅലൂ ലില്ലാഹി അൻദാദൻ വ അൻതും തഅലമൂൻ എന്നാണ്. പരിശുദ്ധ ഖുർആനിലെ ആദ്യത്തെ കൽപ്പന തൗഹീദിന് വേണ്ടിയുള്ളതാണെങ്കിൽ ആദ്യത്തെ നിരോധനം ശിർക്കിനെ സംബന്ധിച്ചുള്ളതാണ് എന്നർത്ഥം. സൂറത്ത് അൽ-ബഖറയിലെ 21-ാമത്തെ ആയത്തിലാണ് വിശുദ്ധ ഖുർആനിലെ ആദ്യത്തെ കൽപ്പനയുള്ളത്. യാ അയ്യുഹന്നാസ് ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. ഏയ് ജനങ്ങളെ, നിങ്ങളെയും നിങ്ങളുടെ മുമ്പുള്ളവരെയും പടച്ചവനായ, സൃഷ്ടിച്ചവനായ നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ ആരാധിച്ചു കൊണ്ടേയിരിക്കുക എന്ന് പറഞ്ഞിട്ട് തൊട്ടടുത്ത ആയത്തിന്റെ അവസാനത്തിൽ അല്ലാഹു പറഞ്ഞത് ഫലാ തജഅലൂ ലില്ലാഹി അൻദാദ. അതാണ് ആദ്യത്തെ നിരോധനം. ഫലാ തജഅലൂ ലില്ലാഹി അൻദാദ, അല്ലാഹുവിന് തുല്യമായി, നിദ്ദായി മഹാപാപങ്ങൾ 7 പറഞ്ഞു ത്വാഹ നബിയുള്ള. അതിലൊന്ന് ഇലാഹിന് സമന്മാരെ പിടിക്കൊല്ല എന്ന് നമ്മുടെ പള്ളി ദർസുകളിൽ നമ്മൾ കുഞ്ഞുനാളിൽ ചൊല്ലിപ്പടിച്ചതാണ്. മഹാപാപങ്ങൾ 7 പറഞ്ഞു ത്വാഹ നബിയുള്ള സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിലൊന്ന് ഇലാഹിന് സമന്മാരെ പിടിക്കല്ലേ എന്നതാണ്. ഫലാ തജഅലൂ ലില്ലാഹി അൻദാദ. വിശ്വാസ വിശുദ്ധി നേടുവാനുള്ള മാർഗങ്ങളിൽ, കാരണങ്ങളിൽ, അതിന് ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളിൽ ഒന്നാമത്തേത് ആരാധന അല്ലാഹുവിന് നിർവഹിച്ചു കൊണ്ടേയിരിക്കുക, അത് അല്ലാഹുവിന് മാത്രമായി പരിമിതപ്പെടുത്തുക. രണ്ടാമത്തേത് അല്ലാഹുവിനുള്ള ആരാധനകളിൽ അല്ലാഹുവെ മാത്രമേ ആരാധിക്കാവൂ, അതിൽ യാതൊന്നിനെയും പങ്കാളികളാക്കാതിരിക്കുക. മാത്രമല്ല, മൂന്നാമതൊരു സ്ഥലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഫലാ തളിരിബൂ ലില്ലാഹിൽ അംസാൽ, അല്ലാഹുവിന് ഉദാഹരണങ്ങൾ പോലും പറയാവതല്ല. എന്തോ ഒരു സൂക്ഷ്മതയാണ്. അള്ളാഹുവിൻ്റെ സ്നേഹത്തിന് ഇങ്ങനെ ഒരു ഉദാഹരണം പറയാം, അള്ളാഹുവിൻ്റെ കോപത്തിന് ഇങ്ങനെ ഒരു ഉദാഹരണം പറയാം, ചില ഉദാഹരണങ്ങളിലൂടെ അള്ളാഹുവിനെ നമുക്ക് മനസ്സിലാക്കാം എന്നൊക്കെ പറഞ്ഞ് അള്ളാഹുവിന് ഉദാഹരണങ്ങൾ പറയാൻ പോലും പാടില്ലാത്തവണ്ണം ആ മേഖല വിശുദ്ധമായിരിക്കണം. എന്തുകൊണ്ടെന്നാൽ നാലാമതൊരിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ലൈസ കമിസ്ലിഹി ശൈഉൻ വഹുവസ് സമീഉൽ ബസീർ. സൂറത്ത് ശൂറയുടെ 10-ാമത്തെ വചനത്തിൽ 11-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ലൈസ കമിസ്ലിഹി ശൈഉൻ വഹുവസ് സമീഉൽ ബസീർ. അല്ലാഹുവിന് ഉപമ നിരത്തണമെങ്കിൽ അല്ലാഹുവെ പോലെ എന്തെങ്കിലും ഒന്ന് വേണമല്ലോ. അങ്ങനെ ഒരു സാധനവും അല്ലാഹുവിന് തുല്യമായി യാതൊന്നും എവിടെയും
അത് ആകാശത്തിലാവട്ടെ, ഭൂമിയിലാവട്ടെ, ഭൂമിക്കടിയിലെ പാതാളത്തിലാവട്ടെ, അത് ജന്തുക്കളിലാവട്ടെ, ജീവികളിലാവട്ടെ, ഗോളങ്ങളിലാവട്ടെ, എവിടെയും ലൈസ കമിസ്ലിഹി ശൈഉൻ വഹുവസ് സമീഉൽ ബസീർ. അല്ലാഹുവിനെ പോലെ, അല്ലാഹുവിന് തുല്യമായി യാതൊന്നുമില്ല. അഞ്ചാമതൊരിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വലം യകുല്ലഹു കുഫുവൻ അഹദ്. അതിന്റെ അർത്ഥം നമുക്കറിയാലോ, അവന് തുല്യമായി യാതൊന്നുമില്ല. അപ്പൊ ഈ 4-5 ആയത്തുകളിലൂടെ നമുക്ക് നമ്മുടെ വിശ്വാസത്തെ സംബന്ധിച്ച വിശ്വാസത്തെ ബാധിച്ച പറ്റിപ്പിടിച്ച മാലിന്യങ്ങൾ തിരിച്ചറിയാനും അത് കഴുകിക്കളയാനും സാധിക്കുമെന്ന്. വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ശൈആ, അള്ളാഹുവിൽ പങ്കു ചേർക്കാവതല്ല. പങ്കു ചേർക്കാൻ സാധ്യതയുള്ള മേഖലകളിൽ ഒന്നാണ് ഫലാ തജഅലൂ ലില്ലാഹി അൻദാദാ, അള്ളാഹുവിനുള്ള ദാത്തിലോ സിഫത്തിലോ അഫ്ആലിലോ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ പോലുള്ള രൂപഗുണങ്ങൾ ഉള്ളവനോ, അള്ളാഹുവെ പോലുള്ള കർമ്മശേഷിയുള്ളവനോ, അള്ളാഹുവിനെ പോലുള്ള സ്വഭാവ വിശേഷണ ഗുണങ്ങളുള്ളവനോ ആയി യാതൊന്നുമില്ല എന്നതാണ് പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ ദാത്തിലോ സിഫത്തിലോ അഫ്ആലിലോ ഫലാ തജഅലൂ ലില്ലാഹി അൻദാദാ, അള്ളാഹു കാണുന്നത് പോലെ കാണും, കേൾക്കുന്നത് പോലെ കേൾക്കും, അള്ളാഹു ഉത്തരം നൽകുന്നത് പോലെ മറ്റുള്ളവർ ഉത്തരം നൽകും, പ്രയാസങ്ങൾ നീക്കും, കഷ്ടപ്പാടുകൾ ഇല്ലാതാക്കും, അനുഗ്രഹങ്ങൾ നൽകും, ഇന്നിടത്ത് നിന്നൊക്കെ ബറക്കത്ത് ലഭിക്കാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെ പറയുന്നതും, അള്ളാഹുവാണ് സത്യം എന്ന് പറയുന്നത് പോലെ കഅബയാണ് സത്യം, ഉമ്മയാണ് സത്യം, ഉപ്പയാണ് സത്യം, മകനാണ്, പേരക്കുട്ടിയാണ് സത്യം, കഴിക്കുന്ന ഭക്ഷണമാണ് സത്യം, ഇന്നിടത്ത സ്ഥലങ്ങളെ പുഷ്പങ്ങളാണ് സത്യം എന്നൊക്കെ പറയുന്നതും ഫലാ തജഅലൂ ലില്ലാഹി അൻദാദാ, അള്ളാഹുവിനെ പോലെ മറ്റൊരു കഴിവുള്ള കേന്ദ്രമുണ്ട്, ശക്തിയുണ്ട്, വ്യക്തിയുണ്ട് എന്ന വിശ്വാസത്തിൽ നിന്നുണ്ടാകുന്നതാണ്. അത് ശിർക്കാണ്. അത് നമ്മളെ ത്വയ്യിബുകളായി മരണപ്പെടുന്നതിൽ നിന്ന് തടയും എന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. കാരണം ഫലാ തളിരിബൂ ലില്ലാഹിൽ അംസാൽ, അള്ളാഹുവിന് ഉപമകൾ നിരത്തിക്കൂടാ. അള്ളാഹുവിനെ പോലുള്ള എന്നല്ല. അതാണ് ഞാൻ പറഞ്ഞത്, അള്ളാഹിന്റെ സ്നേഹത്തിന് നമുക്കൊരു ഉദാഹരണം പറയാം എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിനെ പോലെ സ്നേഹിക്കുന്ന മറ്റൊരു കേന്ദ്രമുണ്ട് എന്നാണ് വരിക. അത് അള്ളാഹുവിന്റെ സിഫത്തിലുള്ള ശിർക്കാണ് എന്ന് പ്രിയപ്പെട്ടവർ ഗൗരവ ബുദ്ധിയ ഉൾക്കൊള്ളേണ്ട കാര്യമാണ്. കാരണം ലൈസ കമിസ്ലിഹി ശൈഅ, അവനെ പോലെ യാതൊന്നുമില്ല. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ജഅലൂ ലില്ലാഹി അൻദാദൻ ലിയുളില്ലു അൻ സബീലിഹി. അള്ളാഹുവിന് ചില ആളുകൾ പണ്ടുകാലത്തുള്ളവർ ഉണ്ടാക്കിയിരുന്നു, സമന്മാരെ നിശ്ചയിച്ചിരുന്നു, വെച്ചിരുന്നു. അള്ളാഹുവിനെ പോലുള്ള മറ്റു ചിലതുണ്ട് എന്നവർ വിശ്വസിച്ചിരുന്നു, പ്രചരിപ്പിച്ചിരുന്നു. അതുകൊണ്ടുണ്ടായത് ലിയുളില്ലു അൻ സബീലിഹി, അള്ളാഹുവിന്റെ ശുദ്ധപാന്താവിൽ നിന്ന്, സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന്, ചൊവ്വായ മാർഗത്തിൽ നിന്ന്, സ്വർഗപാതയിൽ നിന്ന് അവർ പിഴക്കുകയാണുണ്ടായത്. സുബ്ഹാനല്ലാഹ്, എത്ര കൃത്യമായിട്ടാ പറഞ്ഞതാണ്. ഇവ ജഅലൂ ലില്ലാഹി അൻദാദൻ ലിയുളില്ലു അൻ സബീലിഹി, അള്ളാഹുവിന് തുല്യമായി മറ്റുള്ള കേന്ദ്രങ്ങളെ സ്വീകരിച്ചിരുന്ന, വെച്ചിരുന്ന, വിശ്വസിച്ചിരുന്ന, കണ്ടിരുന്ന ആളുകൾ അതുവഴി സംഭവിച്ചത് അവർക്ക് ലിയുളില്ലു അൻ സബീലിഹി, അള്ളാഹുവിൽ നിന്ന് സ്വയം തെറ്റിപ്പോകാനും അള്ളാഹുവിൽ നിന്ന് ആളുകളെ വഴി പിഴപ്പിക്കാനുമാണ് അവർക്ക് സാധിച്ചത്. അതുകൊണ്ടുണ്ടായി തീർന്ന ദുരന്തം അതാണ്. അവരോട് അള്ളാഹു പറയാ ഖുൽ തമത്തഊ, നിങ്ങൾ അതുകൊണ്ട് കിട്ടുന്ന സുഖാഡംബരങ്ങൾ ഭൂമിയിൽ അനുഭവിച്ചു കൊള്ളുക. ഫഇന്ന മസീറക്കും മിനന്നാർ, നിങ്ങൾക്ക് ത്വയ്യിബുകളായി മരണപ്പെടാൻ സാധിക്കുകയില്ല. നിങ്ങൾ ഖബീസുകളായി, മോശപ്പെട്ടവരായി, വൃത്തികെട്ടവരായി, ചീത്തപ്പെട്ടവരായിട്ടാണ് മരിക്കുക. ഫഇന്ന മസീറക്കും മിനന്നാർ, നിങ്ങൾക്ക് ചെന്നെത്താനുള്ള സങ്കേതം നരകമായിരിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ഇബ്രാഹീമിന്റെ 30-ാമത്തെ വചനത്തിലൂടെ നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട് എന്ന് മുഅ്മിനുകൾ മനസ്സിലാക്കുക. എന്നിട്ട് വിശുദ്ധ ഖുർആൻ പറഞ്ഞു വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി
ഇല്ലാ വഹും മുശ്രികൂൻ. മുഅ്മിനീങ്ങളിൽപ്പെട്ട ദൈവവിശ്വാസികളിൽ വലിയൊരു വിഭാഗം ആളുകൾ അവരുടെ ഈമാനിൽ ശിർക്ക് കലർത്തിയിട്ടുണ്ട്. അവർക്ക് ശിർക്ക് കലർന്ന ഈമാനാണ് ഉള്ളത്. വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി, സൂറത്ത് യൂസുഫിന്റെ 106 ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ. വിശ്വാസികളായ ആളുകളിൽ ഒരു വലിയ വിഭാഗത്തിന്റെ വിശ്വാസം ശിർക്ക് കലർന്ന വിശ്വാസമാകുന്നു. അതുകൊണ്ട് അവർക്ക് ഗുണം ലഭിക്കുകയില്ല. ആ ശിർക്ക് കലർന്ന വിശ്വാസത്തിന്റെ വിവിധങ്ങളായ മേഖലകൾ നമ്മുടെ നാട്ടിൽ മുസ്ലിം സമുദായത്തിനിടയിൽ തന്നെ അതിങ്ങനെ ചുറ്റിക്കളിക്കുന്നതിന്റെ അവസാനത്തെ കാഴ്ചകളിൽ ഒന്നായിരുന്നുവല്ലോ. കോഴിക്കോട്ട് മടവൂർ മരണപ്പെട്ടു പോയ ഒരു മനുഷ്യൻ മുദബ്ബിറുൽ ആലമാണ്, അദ്ദേഹമാണ് ലോകം നിയന്ത്രിക്കുന്നത് എന്ന് ഒരു ഉസ്താദാണ് പറഞ്ഞപ്പോഴേക്കിന് അല്ലാഹു അക്ബർ എന്ന് പറയാൻ ഇവിടെ ആളുകൾ ഉണ്ടായത് ചേർത്ത് വെച്ചാൽ വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ എന്നതിന് നേർക്ക് നേരെ ഉത്തരമായി ആ വിഭാഗത്തിലെ തന്നെ അറിവുള്ള പണ്ഡിതന്മാർ അല്ലാഹുവല്ലാതെ ലോകത്തിനൊരു നിയന്താവുണ്ടെന്ന് വിശ്വസിക്കുന്നത് ശിർക്കാണ് എന്ന് പറഞ്ഞപ്പോൾ പോലും അംഗീകരിക്കാൻ ആളുണ്ടായിരുന്നില്ല അവരുടെ കൂട്ടത്തിൽ. ഇപ്പോഴും മുദബ്ബിറുൽ ആലം അല്ലാഹുവാണ് എന്ന് വിശ്വസിക്കുന്നിടത്തേക്ക്, അല്ലെങ്കിൽ വിശ്വസിപ്പിക്കുന്നിടത്തേക്ക് സമുദായത്തിന്റെ പണ്ഡിതന്മാർ എന്ന് പറയുന്നവർ ആളുകളെ കൂട്ടിക്കൊണ്ടു പോകുന്നതിനെ കുറിച്ചാണ് അല്ലാഹു പറഞ്ഞത്. ലിയുളില്ലു അൻ സബീലിഹി, അത് വഴിപിഴവിന്റെ മാർഗമാണ്, ളലാലത്തിന്റെ മാർഗമാണ്. നോക്കൂ നിങ്ങൾ, സൂറത്ത് യാസീന് അതിന്റെ അവസാന ഭാഗം അങ്ങനെ വായിച്ചു വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, വല്ലറബ ലനാ മസലൻ, പാടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തിനെ കുറിച്ച് പറഞ്ഞുവോ അത് ചെയ്തവരായിരുന്നു മനുഷ്യരിൽ വഴിപിഴച്ച ഒരു വിഭാഗം ആളുകൾ. വല്ലറബ ലനാ മസലൻ വനസിയ ഖൽഖ ഖാല മൻ യുഹ്യിൽ ഇളാമ വഹിയ റമീം എന്ന ആയത്ത് ഒരുപാട് കാലായി നമ്മൾ ഓതാൻ തുടങ്ങിയിട്ട്. ആയത്തിന്റെ അർത്ഥം എന്താ അറിയോ? വല്ലറബലന മസലൻ, അവർ നമുക്ക് ഉദാഹരണങ്ങൾ ഉണ്ടാക്കി, അവർ നമുക്ക് ഉപമകൾ നിശ്ചയിച്ചു. നമ്മെപ്പോലെ എന്നവർ പലതിനെ കുറിച്ചും പറഞ്ഞു. ട്രാൻസ്ഫോമറാണ് അമ്മോശന്റെ അടുത്തേക്ക് വരുന്ന മരുമകന്റെ കൂട്ടത്തിൽ വരുന്ന കുറ്റവാളിയെ എന്നൊക്കെയും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അംബിയാ ഔലിയാക്കൾ സ്വിച്ച് ബോർഡുകളാണ്, അല്ലാഹു ട്രാൻസ്ഫോമറിനെ പോലെയാണ് എന്നൊക്കെ പറഞ്ഞ ആളുകളെ കുറിച്ച് തന്നെയല്ലേ വല്ലറബലന മസലൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അപ്പൊ പ്രിയപ്പെട്ടവരെ, വിശ്വാസ വിശുദ്ധി എന്നത് വളരെ കാര്യമായി കാണേണ്ടുന്ന സംഗതിയാണ്. പരിശുദ്ധ ഖുർആനിന്റെ ആദ്യത്തെ അധ്യായങ്ങളിൽ, സൂറത്ത് അൽ ബഖറയുടെ ആദ്യ ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് വിശ്വാസത്തിന്റെ 3 മേഖലകളെയാണ് കാണാൻ കഴിയുക. ഒന്നാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. രണ്ടാമത്തെ ആയത്ത് തഖ്വയുള്ളവർക്ക് ഈ ഗ്രന്ഥം ഒരു മഹത്തായ വഴികാട്ടിയാണ്, അതിന് സംശയമൊന്നുമില്ല. എന്നിട്ട് ആരാ തഖ്വയുള്ളവർ എന്ന് പറയുന്ന, തഖ്വയുള്ളവർ എന്ന് അന്വേഷിക്കുമ്പോൾ അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി വയുഖീമൂന സ്വലാത്ത വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ വല്ലദീന യുഅ്മിനൂന ബിമാ ഉൻസില ഇലൈക വമാ ഉൻസില മിൻ ഖബ്ലിക വബിൽ ആഖിറതി ഹും യൂഖിനൂൻ. ആരാ മുത്തഖികൾ എന്ന് ചോദിച്ചപ്പോൾ ഗൈബിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവർ, അല്ലേ? നമസ്കാരം നിലനിർത്തുന്നവർ, സക്കാത്ത് നൽകുന്നവർ, പരിശുദ്ധ ഖുർആനിലും മുൻ വേദഗ്രന്ഥങ്ങളിലും വിശ്വസിക്കുന്നവർ, അന്ത്യദിനത്തിൽ ദൃഢമായി വിശ്വസിക്കുന്നവർ. അപ്പോ ഈമാനുള്ള മുഅ്മിനുകളാണ് ആരാവുന്നത്? മുത്തഖികളാവുന്നത്. ഒരു വിഭാഗം അതാണ്. ഈ കാര്യം പറഞ്ഞിട്ട് അല്ലാഹു ഉലൈക അല്ലദീന ഉലൈക ഹുമുൽ മുഖ്തദൂൻ, അവർ സന്മാർഗികളുമാണ് എന്ന് പറഞ്ഞിട്ട് അല്ലാഹു രണ്ടാമത്തെ വിശ്വാസത്തിന്റെ മേഖല പറയും. ഇന്നല്ലദീന കഫറൂ സവാഉൻ അലൈഹിം അൻദർതഹും അം ലം തുൻദിറഹും ലാ യുഅ്മിനൂൻ. വിശ്വാസ മേഖലയിൽ ആദ്യത്തെ വെല്ലുവിളിയായി വരുന്നത് കുഫറാകുന്നു എന്നർത്ഥം. ഈമാനിന് നേർക്ക് നേരെയുള്ള വെല്ലുവിളികളിൽ നമ്മുടെ ഈമാനിനെ ഇല്ലാതാക്കുന്ന ആദ്യത്തെ മേഖല കുഫറാകുന്നു, സത്യനിഷേധം.
ഉണ്ട് എന്ന് ഉറപ്പുള്ള ഒരു സംഗതിയെ ഉപേക്ഷിക്കുക, നിഷേധിക്കുക, തള്ളിക്കളയുക, അവഗണിക്കുക എന്നതിനാണ് കുഫർ എന്ന് പറയുക. അത് ഈമാനിന് നേർ വിപരീതമായ സംഗതിയാകുന്നു. മൂന്നാമത്തേടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് യുഖാദിഊനല്ലാഹ വല്ലദീന ആമനൂ വമാ യഖ്ദഊന ഇല്ലാ അൻഫുസഹും. കാപട്യമുണ്ടാവുക, വിശ്വാസ മേഖലയിൽ കാപട്യമുണ്ടാവുക, സത്യവിശ്വാസമുണ്ടാവുക. ഒന്ന്, ഈമാനിനെതിരായ കുഫറുണ്ടാവുക. രണ്ട്, ഈമാന്റെ മേഖലയിൽ കാപട്യമുണ്ടാവുക, മനസ്സിൽ മറ്റൊന്ന് വെച്ച് പുറമേക്ക് മറ്റൊന്ന് ഭാവിക്കുക. ഇത് രണ്ടും ഈമാനിന് വിരുദ്ധമാകുന്നു. ഇതിനൊക്കെ കൂടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ശിർക്ക്, അള്ളാഹുവിൽ അള്ളാഹുവിന് പങ്കാളികളെ വെക്കുക. ഈ 4 തരം വിശ്വാസങ്ങളിൽ 3 യഥാർത്ഥ ത്വയ്യിബുകളായി മരണപ്പെടുന്നതിന് വിലങ്ങുതടികളായി നിൽക്കുന്ന കാര്യങ്ങളാണ് എന്ന് പ്രിയപ്പെട്ടവർ മനസ്സിലാക്കണം. നമുക്ക് ത്വയ്യിബുകളായി മരണപ്പെടണമെങ്കിൽ നമ്മൾ മുത്തഖികളായി തീരണം. നമ്മൾ മുത്തഖികളായി തീരണമെങ്കിൽ നമ്മൾ ശക്തമായ വിശുദ്ധമായ ഈമാനുള്ളവരായി തീരണം. വിശുദ്ധമായ ഒരു ഈമാനിന് തടസ്സമായി നിൽക്കുന്ന കുഫറിനെ മനസ്സിൽ നിന്ന് മനസ്സറിഞ്ഞുകൊണ്ട് ഒഴിവാക്കാൻ സാധിക്കണം. അതുപോലെ തന്നെ വിശുദ്ധമായ വിശ്വാസം നിലനിൽക്കണമെങ്കിൽ മനസ്സ് കപടരഹിതമായ നിഷ്കളങ്കമായ രൂപത്തിൽ നമുക്ക് നിലനിർത്താൻ സാധിക്കണം. അതുപോലെ തന്നെ യാതൊരു വിധത്തിലും ശിർക്കിന്റെ ലാഞ്ചന പോലും ഇല്ലാത്ത വിശ്വാസം കൊണ്ടു നടക്കാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അങ്ങനെ വരുമ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉബാദത്ത് ബിൻ സാമിത്ത് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഗതി ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും റഹിമഹുമുല്ലാഹ് അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാ, മൻ ഷഹീദ, മുഅ്മിനീങ്ങൾ നന്നായി പഠിച്ചു വെച്ചോളൂ, മൻ ഷഹീദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ്, അല്ലാഹു ഏകനാണെന്നും അല്ലാഹുവിന് പങ്കുകാരില്ലെന്നും അല്ലാഹുവല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ലെന്നും ഒരാൾ സാക്ഷ്യം വഹിച്ചാൽ, വഅന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ ദൂതനും ദാസനുമാണെന്ന് അയാൾ അംഗീകരിക്കുകയും സാക്ഷ്യം വഹിക്കുകയും ചെയ്താൽ, അതോടൊപ്പം വഅന്ന ഈസ അബ്ദുല്ലാഹി വറസൂലുഹു വകലിമത്തുഹു അൽഖാഹാ ഇലാ മറിയം വറൂഹും മിൻഹു, ഈസ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ ദൂതനും ദാസനുമാകുന്നു, അതോടൊപ്പം അല്ലാഹു മറിയമിൽ നിക്ഷേപിച്ച അല്ലാഹുവിന്റെ ആത്മാവാകുന്നു, അല്ലാഹുവിന്റെ വചനവുമാകുന്നു എന്നും ഒരാൾ അംഗീകരിച്ച് വിശ്വസിച്ചാൽ, വഅന്നൽ ജന്നത ഹഖ്, കർമ്മഫലങ്ങൾ നന്നായാൽ സ്വർഗമുണ്ട് എന്നവൻ ഉറപ്പിച്ചാൽ, വഅന്നൻ നാറ ഹഖ്, കർമ്മഫലങ്ങൾ ചീത്തയായി പോയാലോ കർമ്മഫലങ്ങൾ കുറഞ്ഞു പോയാലോ നരകമായിരിക്കും ഫലം എന്നും ഒരാൾ കുറച്ച് വിശ്വസിക്കാൻ സാധിച്ചാൽ, ഫബശ്ശിറുഹു ബിൽ ജന്ന, സുബ്ഹാനല്ലാഹ്, ഫബശ്ശിറുഹു ബിൽ ജന്ന, അവൻ സ്വർഗാവകാശിയാണെന്ന് അവന് സന്തോഷ വാർത്തയെ അറിയിച്ചു കൊള്ളുക. മറ്റൊരു റിപ്പോർട്ട്, അദ്ഖലഹുല്ലാഹുൽ ജന്നത അലാ മാ കാന മിനൽ അമൽ, ആ വിശ്വാസത്തിന് അനുപൂരകങ്ങളായ സൽക്കർമ്മങ്ങളാണ് അവൻ ഉള്ളത് എങ്കിൽ അവൻ സ്വർഗാവകാശിയാകും. മിൻ അബ്വാബി സമാനിയത്തി അയ്യുഹാ ശാഅ, സ്വർഗ കവാടങ്ങളിൽ 8ലൂടെ പ്രവേശിക്കാൻ അവൻ ആഗ്രഹിച്ചാൽ 8ലൂടെയും അവന് പ്രവേശനം സാധിക്കും. അതിലേത് കവാടമാണോ അവൻ ആഗ്രഹം, അതിലേതിലൂടെ വേണമെങ്കിലും അവന് പ്രവേശിക്കാൻ സാധിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ വിശുദ്ധമായ വിശ്വാസം, ആ വിശുദ്ധമായ തൗഹീദ്, അത് നമ്മളിൽ നിന്ന് അണുവളവോളമെങ്കിലും നഷ്ടപ്പെട്ടാൽ മുഅ്മിനീങ്ങളെ നമ്മുടെ പരലോകം ഒരു ചോദ്യചിഹ്നമായി മാറും. അതൊരു അത്യപൂർവമായ അപകടമായി മാറും. വളരെ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ അതിന് നേരിടേണ്ടി വരും. ആ അർത്ഥത്തിൽ നമ്മുടെ വിശ്വാസത്തെ ശുദ്ധീകരിക്കാൻ ജീവനേക്കാൾ വലുതായി തൗഹീദിനെ കാണാൻ, ഏറ്റവും വലിയ ഭീഷണിയായി അപകടമായി ശിർക്കിനെയും കുഫറിനെയും നിഫാഖിനെയും കാണാൻ, എന്നിട്ട് തൗഹീദിൽ ഉറച്ചു നിൽക്കാൻ, നിഫാഖിൽ നിന്ന് കുഫറിൽ നിന്ന് ശിർക്കിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള ദൃഢമായ തീരുമാനവും ഉള്ളൊരുകിയ പ്രാർത്ഥനയും നമുക്കുണ്ടാവണം. അല്ലാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ വലിവാലിദയ്യ റബ്ബി റഹ്മ. അൽഹംദുലില്ലാഹി അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു
ലഹുൽ കിതാബു ഇലൈഹിൽ ഇയാബു വഅലൈഹിൽ ഹിസാബ്. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത വബാറക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. അമ്മാ ബഅദ് അയ്യുഹൽ ഇഖ്വാൻ ഇത്തഖുല്ലാഹ വഖൂനു ഇബാദല്ലാഹ്. ബഹുമാന്യരായ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായി ജീവിക്കാനും മരിക്കാനും പരമാവധി പരിശ്രമിക്കുകയും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യണം നമ്മൾ ഓരോരുത്തരും. അള്ളാഹു അവൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടാൻ നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്നലെയും മിനിഞ്ഞാന്നുമായി 2 പരീക്ഷാഫലങ്ങൾ പ്രസിദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. SSLCയുടെയും +2-വിൻ്റെയും. വിജയിച്ച മക്കൾക്കെല്ലാവർക്കും അള്ളാഹു ദുനിയാവിലും ആഖിറത്തിലും നേരിടാനുള്ള എല്ലാ പരീക്ഷണങ്ങളിലും കൂടുതൽ മികച്ച വിജയം നൽകുമാറാവട്ടെ. വിജയിക്കാൻ കഴിയാത്തവർക്ക് അതൊരു തിരിച്ചടിയല്ല, കുറച്ചുകൂടി നല്ല രൂപത്തിൽ പരിശ്രമിക്കണം വിജയിക്കാൻ എന്ന തിരിച്ചറിവുണ്ടാക്കിയെടുക്കാനുള്ള ദൈവീക നടപടിക്രമത്തിൻ്റെ ഭാഗമാണവ. അതിൽ സങ്കടപ്പെടുകയോ നിരാശപ്പെടുകയോ ചെയ്യേണ്ടതില്ല മക്കളെന്നും അതിൻ്റെ പേരിൽ മക്കളെ കഷ്ടപ്പെടുത്തുക